ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ളതായ വാക്യങ്ങൾ. അവർ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായുടെ മകനായ ബർത്തിമായ എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയേറുകയായിരുന്നു. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ സാഹസിച്ചിട്ടും ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ച് പറഞ്ഞു. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കാൻ, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു കുരുടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പിട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നതെന്ന് ചോദിച്ചതിന്, റബ്ബിനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോകാൻ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു. വിശ്വാസം സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. അന്ധനായ ബർത്തിമായുടെ ജീവിതത്തിൽ കർത്താവ് സൗഖ്യം കൊടുക്കുന്നതാണ് നമ്മൾ വായിച്ചതായ വേദഭാഗം. പ്രതിസന്ധിയിൽ ദൈവം മുൻപാകെ അടുത്തു വരിക എന്നുള്ളതാണ്. നമ്മുടെ പ്രതിസന്ധി എന്താണോ ആ പ്രതിസന്ധിയിൽ ദൈവം മുൻപാകെ അടുത്തു വരിക. ബർത്തിമായുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് അന്ധതയായിരുന്നു. ആ അന്ധതയിൽ നിന്നുള്ള സൗഖ്യമാണ് ബർത്തിമായി ആഗ്രഹിച്ചത്. യേശുവിനോട് നിലവിളിക്കുകയാണ് സൗഖ്യത്തിനു വേണ്ടി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും അവൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന്. ദൈവം നമുക്ക് സൗഖ്യം തരുവാൻ മതിയായ ദൈവമാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. വിശ്വസിച്ചാൽ സൗഖ്യം അനുഭവവേദ്യമാകുവാൻ സാധിക്കും. വിശ്വസിക്കുക, സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായും സംഭവിക്കുക തന്നെ ചെയ്യും. ബർത്തിമായുടെ ജീവിതത്തിൽ സൗഖ്യം സംഭവിക്കുകയാണ് ചെയ്തത്. പ്രതിസന്ധിയിൽ ദൈവം മുൻപാകെ അടുത്തു വരിക, യേശുവിൻ്റെ വാക്ക് അനുസരിക്കുക. അവൻ തൻ്റെ പുതപ്പ് വിട്ട് കളഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു വിളിച്ചപ്പോൾ യേശുവിൻ്റെ അരികിലേക്ക് വന്നു. പുതപ്പൊക്കെ ഉപേക്ഷിച്ച് യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ്. സൗഖ്യം നിശ്ചയമായും ലഭിക്കുമെന്നുള്ള തീവ്രമായ വിശ്വാസത്തിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ് ചെയ്യുന്നത്. 3, യേശുവിനെ അനുഗമിക്കുകയാണ്. പോക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ യേശുവിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് യേശുവിനോട് ചേർന്ന് യാത്ര ചെയ്തതായ ബർത്തിമായി അനുഗമിക്കുന്ന സ്വഭാവം. പ്രതിസന്ധിയിൽ ദൈവം മുൻപാകെ അടുത്തു വരിക, യേശുവിൻ്റെ വാക്ക് അനുസരിക്കുക, യേശുവിനെ അനുഗമിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ നിശ്ചയമായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം സംഭവിക്കും. ദൈവം നമ്മളെ നിശ്ചയമായും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ദിവസം നല്ല നിമിഷത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഈ വചനം കേട്ട എല്ലാ മക്കളെയും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർ രോഗത്താൽ ഭാരപ്പെടുന്നവരാണെങ്കിൽ, കടഭാരത്താൽ വിഷമിക്കുന്നവരാണെങ്കിൽ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരാണെങ്കിൽ, ഭവനമില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഏത് രോഗമാണെങ്കിലും സൗഖ്യം അവിടുന്ന് കൽപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഏത് മാനസികമായ പ്രയാസമാണെങ്കിലും അതിൽ നിന്ന് വിടുവിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ, അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവമേ, അത്ഭുതം പ്രവർത്തിക്കണമേ, അതിശയം പ്രവർത്തിക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവെ. ഈ വചനം കേട്ട മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവെ. യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധയുടെ സംബന്ധ സുവാസം വാഴ്വുകളും നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.